പാലക്കാട് ജില്ലയിൽ ആലത്തൂർ തൃപ്പാളൂർ ഭാഗത്തായി ഗായത്രി പുഴയ്ക്ക് കുറുകെ ഒരു തൂക്കുപാലമുണ്ട്. അധികം ആളുകൾക്ക് ഈ തൂക്കുപാലത്തിനെ കുറിച്ച് അറിയില്ല. തൃപ്പാളൂർ ശിവക്ഷേത്രത്തിന് മുന്നിലായാണ് തൂക്കുപാലം ഉള്ളത്. അപ്പോൾ ഇവിടെ വന്നാൽ തൂക്കുപാലം മാത്രമല്ല, വളരെ പ്രശസ്തമായ പഴമയുടെ പ്രതീകമായ ഒരു ശിവക്ഷേത്രം കൂടി കാണാൻ കഴിയും. 1989 ഇറങ്ങിയ വരവേൽപ്പ് എന്ന സിനിമയിലെ ചില രംഗങ്ങളെല്ലാം ശിവക്ഷേത്രത്തിന് മുന്നിലുള്ള ഈ ആൽത്തറയുടെ അടുത്താണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ തൃപ്പാളൂർ ശിവക്ഷേത്രത്തിനോട് ചേർന്ന് തൂക്കുപാലത്തിൻ്റെ അടുത്തായി ക്ഷേത്രത്തിൻ്റെ ഭാഗമായ ഓടിട്ട പഴയ കെട്ടിടങ്ങളുണ്ട്. ആ കെട്ടിടങ്ങളുടെ ജനലും വാതിലും അതിലുള്ള കൊത്തുപണികളെല്ലാം നേരിട്ട് കാണേണ്ടത് തന്നെയാണ്. പഴയ കെട്ടിടങ്ങൾക്കടുത്തായി പടിപ്പുരയോട് സാമ്യം തോന്നിക്കുന്ന രീതിയിലുള്ള ക്ഷേത്രത്തിലെ എഴുന്നള്ളത്തിന് പ്രവേശിക്കാനുള്ള ആനപ്പടിയും കാണാൻ കഴിയും. പിന്നെയും മുന്നോട്ട് വന്നാൽ ക്ഷേത്രത്തിന് മുന്നിലുള്ള കുളത്തിനരികിലെത്താം. 2 വർഷം മുമ്പ് പണി കഴിപ്പിച്ച ഒരു തൂക്കുപാലം തേടി വന്നതാണെങ്കിലും തൃപ്പാളൂർ ശിവക്ഷേത്രവും ക്ഷേത്രത്തിനോട് ചേർന്നുള്ള ഒരുപാട് കാര്യങ്ങളും കാണാനും അറിയാനും ഇവിടെ നിന്ന് കഴിഞ്ഞു. രാവിലെ നേരത്തെ ഹൈവേയിലൂടെ പാലക്കാടൻ കാറ്റും കൊണ്ടൊരു യാത്ര. നാട്ടിലെത്തി ഇനി എങ്ങോട്ട് പോവാമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴായിരുന്നു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു ലൊക്കേഷൻ സേവ് ചെയ്തിട്ടത് ഓർമ്മയിൽ വന്നത്. ഈ അടുത്തിടെ പണി കഴിപ്പിച്ച ഗായത്രി പുഴയ്ക്ക് കുറുകെയുള്ള തൃപ്പാളൂരിലെ ഹാങ്ങിങ് ബ്രിഡ്ജ്, അധികം അറിയപ്പെടാത്ത ആലത്തൂരിലെ തൂക്കുപാലം, ഹൈവേയിലായൊരു KTDCയുടെ റെസ്റ്റോറൻ്റ് ഉണ്ട്. അത് കഴിഞ്ഞതും ലെഫ്റ്റ് സൈഡിലുള്ള സർവീസ് റോഡ് എടുക്കണം. വഴി അറിയാത്തവർക്ക് KTDCയുടെ റെസ്റ്റോറൻറ്റ് ലാൻഡ്മാർക്കായി വെച്ചാൽ മതി. ഇന്ന് കാണാൻ പോകുന്ന തൃപ്പാളൂരുള്ള ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ ഗൂഗിൾ മാപ്പ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കുറച്ച് ദൂരം മുന്നോട്ട് വന്ന് സർവീസ് റോഡിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞു വേണം തൃപ്പാളൂരിലേക്ക് പോകാൻ. നെന്മാറയിലേക്കും അയലൂരിലേക്കെല്ലാം പോകുമ്പോൾ ഈ വഴിയിലൂടെ ഒരുപാട് തവണ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും തൃപ്പാളൂർ ശിവക്ഷേത്രത്തിലേക്കോ അതിനടുത്തുള്ള തൂക്കുപാലത്തിലേക്കോ ഇതുവരെ പോയിട്ടില്ല. ആ കാണുന്ന റോഡ് അവസാനിക്കുന്ന ഭാഗത്ത് നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞാലും റൈറ്റ് തിരിഞ്ഞാലും തൂക്കുപാലത്തിനടുത്തേക്ക് പോകാൻ കഴിയും. ആദ്യം ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് അവിടെയുള്ള കാഴ്ചകളെല്ലാം കാണാം. കുറച്ചു ദൂരം മുന്നോട്ട് വന്നാൽ ഇവിടെ ഒരു ചെക്ക് ഡാം ഉണ്ട്. ഇതാണ് ആ ചെക്ക് ഡാം. ഇപ്പോൾ വെള്ളം വളരെ കുറവാണ്. മഴക്കാലത്തായിരിക്കും ഈ സ്ഥലം കാണാൻ കുറച്ചുകൂടി ഭംഗി. രാവിലെ സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത് പുഴയും പുഴയുടെ തീരത്തുള്ള ചെടികളും മരങ്ങളെല്ലാം കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ചെക്ക് ഡാമിൻ്റെ അടുത്താണ് തൂക്കുപാലം ഉള്ളത്. ഇനി തൂക്കുപാലത്തിനടുത്തേക്ക് പോവാം. ചെറിയൊരു ബോർഡും അതിനോട് ചേർന്ന് വളരെ ചെറിയൊരു വഴിയിലൂടെ പോയാലാണ് തൂക്കുപാലത്തിനടുത്തെത്താൻ കഴിയുക. അപ്പുറത്ത് ശിവക്ഷേത്രം വഴിയും തൂക്കുപാലത്തിനടുത്തേക്ക് വരാം. അതാണ് കുറച്ചുകൂടി നല്ലത്. തൂക്കുപാലം വന്നതോടുകൂടി നടന്നു പോകുന്നവർക്ക് ശിവക്ഷേത്രവും ക്ഷേത്രത്തിനടുത്തുള്ള സ്ഥലങ്ങളിലേക്കെല്ലാം പോകാൻ എളുപ്പമായി. വളരെ നിശബ്ദമായ തിരക്കും ബഹളങ്ങളും ഒന്നുമില്ലാത്ത ഒരു സ്ഥലത്താണ് ഈ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ സുരക്ഷാപരമായ മുന്നറിയിപ്പും കൊടുത്തിട്ടുണ്ട്. ഒരേ സമയം 100 പേരിൽ കൂടുതൽ ആളുകൾ തൂക്കുപാലത്തിൽ കയറാൻ പാടില്ല എന്നാണ് ഇവിടെ നിർദ്ദേശിച്ചിരിക്കുന്നത്. അതുപോലെ തൂക്കുപാലത്തിന് മുകളിൽ കയറി നിന്ന് സാഹസങ്ങൾ കാണിക്കരുതെന്നും പ്രത്യേകം ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ബ്രിഡ്ജിന് ചേർന്നുള്ള വഴിയിലൂടെ പോയാൽ അവിടെ ഒരു കടവുണ്ട്. അവിടെ പോയി നിന്നാൽ പാലം നന്നായി കാണാൻ കഴിയും. വേനൽക്കാലമായ കാരണം പുഴയിൽ വെള്ളം കുറവാണ്. വലിയൊരു തൂക്കുപാലം തന്നെയാണത്. ഇവിടെ വരുന്നതിന് മുമ്പ് ഇത്രയും വലിയൊരു തൂക്കുപാലമായിരിക്കും ഇവിടെ കാണാൻ പോകുന്നതെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. പാലത്തിന് മുകളിലേക്ക് കയറിയില്ല. പുഴയുടെ മറുകരയിലായുള്ള ശിവക്ഷേത്രത്തിനടുത്ത് പോവാം. അവിടെ നിന്ന് തൂക്കുപാലത്തിന് മുകളിൽ കയറാം. മെയിൻ റോഡിലൂടെ കുറച്ചു ദൂരം മുന്നോട്ട് പോയാൽ തൃപ്പാളൂർ പാലത്തിലെത്തും. പാലം കഴിഞ്ഞതുമാണ് തൃപ്പാളൂർ ജംഗ്ഷൻ. ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് പോകണം. ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ചു ദൂരം മുന്നിലേക്ക് വന്നാൽ ലെഫ്റ്റ് സൈഡിലായിട്ട് തൃപ്പാളൂർ ശിവക്ഷേത്രം എന്നൊരു ബോർഡ് കാണും. ലെഫ്റ്റിലേക്കുള്ള റോഡ് എടുത്തിട്ടാണ് ശിവക്ഷേത്രത്തിനടുത്തേക്ക് പോകേണ്ടത്. ഗ്രാമത്തിലൂടെയുള്ള ചെറിയൊരു വഴിയുടെ റൈറ്റ് സൈഡിലായിട്ട് കുറേ പഴയ വീടുകളും ലെഫ്റ്റ് സൈഡിലായിട്ട് ഗായത്രി പുഴയും കാണാൻ കഴിയും. ഈ വഴിയിലൂടെ കുറച്ചു ദൂരം മുന്നോട്ട് വന്നാൽ ഇടത് ഭാഗത്തായി ഒരു ഗോപുരം കാണും.
ഗോപുരം നിൽക്കുന്ന വഴിയിലൂടെ പോയാൽ തൃപ്പാളൂർ ശിവക്ഷേത്രത്തിന് മുന്നിലെത്താം. ഒരുപാട് വർഷം പഴക്കമുള്ളൊരു ശിവക്ഷേത്രമാണിത്. നെൽപ്പാടങ്ങൾക്കും ഗായത്രി പുഴയ്ക്കും അരികിലായാണ് ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ലൊക്കേഷൻ്റെ ഗൂഗിൾ മാപ്പ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വണ്ടികൾ പാർക്ക് ചെയ്യാൻ ഇവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ശിവക്ഷേത്രത്തിലേക്ക് എത്താനുള്ള കാരണം തൃപ്പാളൂരുള്ള തൂക്കുപാലമായിരുന്നു. ഈ അടുത്ത കാലത്ത് പണി കഴിപ്പിച്ചൊരു തൂക്കുപാലമാണത്. അത് കാരണം അധികം ആളുകൾക്കൊന്നും ഈ പാലത്തിനെ കുറിച്ച് അറിയില്ല. തൂക്കുപാലത്തിന് ചുറ്റും ചിൽഡ്രൻസ് പാർക്കും കോഫി ഷോപ്പും പരിപാടികൾ നടത്താനായുള്ള ഓപ്പൺ സ്റ്റേജ്, അങ്ങനെ കുറേ പ്ലാനുകളും അതിൻ്റെ വർക്കുകളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതെല്ലാം വന്നു കഴിഞ്ഞാൽ ഉറപ്പായും കുറേ പേർ ഈ പാലം തേടി ഇവിടെ എത്തും. സൺസെറ്റിൻ്റെ സമയത്തെല്ലാം വന്നിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണത്. ഇവിടെ വന്ന സ്ഥിതിക്ക് ശിവക്ഷേത്രവും ചുറ്റുപാടൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഈ പാലത്തിന് മുകളിൽ കയറാം. ഇവിടുത്തെ നവീകരണത്തിൻ്റെ ഭാഗമായി പുഴയോട് ചേർന്ന് അവിടെ ഒരു കടവ് കെട്ടിയിട്ടുണ്ട്. ആ കടവിലൊന്ന് ഇറങ്ങാം. പുതുതായി കെട്ടിയൊരു കടവാണിത്. വേനൽക്കാലമായതിനാൽ വെള്ളം കുറവായ കാരണം കടവിൽ നിന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങാനുള്ളൊരു സൗകര്യം ഇപ്പം ഇല്ല. മഴക്കാലത്ത് വെള്ളം നിറയുമ്പോഴാണ് കടവിനോട് ചേർന്ന് വെള്ളം ഒഴുകി പോവുക. ഇവിടുത്തെ കടവിൽ നിന്ന് നോക്കുമ്പോൾ ഹാങ്ങിങ് ബ്രിഡ്ജിന് കുറച്ച് ഭംഗി കൂടിയ പോലെ തോന്നുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ വെള്ളത്തിലേക്ക് നോക്കിയിരുന്നാൽ പിന്നെ എഴുന്നേൽക്കാനേ തോന്നില്ല. പല രീതിയിലുള്ള പക്ഷികളെയും ഇവിടെ ഇരുന്നാൽ കാണാം. അമ്പലത്തിനകത്ത് വീഡിയോ എടുക്കുന്നില്ല, അതിന് പെർമിഷൻ എടുക്കണം. ശിവക്ഷേത്രത്തിന് ചുറ്റുവട്ടത്തായി കുറേ കാര്യങ്ങൾ കാണാനുണ്ട്. ക്ഷേത്രത്തിന് മുന്നിലായി ഒരു ആൽത്തറയും ആൽത്തറയിൽ ഒരു പ്രതിഷ്ഠയും കൽവിളക്കും കാണാൻ കഴിയും. ഒരുവിധപ്പെട്ട മലയാളികളെല്ലാം ഈ ആൽത്തറ കണ്ടു കാണും. അതായത് 1989 ഇറങ്ങിയ സൂപ്പർ ഹിറ്റ് മലയാളം സിനിമയായ വരവേൽപ്പിലെ ചില രംഗങ്ങളെല്ലാം ഇവിടെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. വരവേൽപ്പ് സിനിമയിൽ ആൽത്തറയ്ക്ക് അടുത്തായാണ് ബസ് പാർക്ക് ചെയ്യുന്ന രംഗങ്ങളെല്ലാം ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ആ സിനിമയിൽ ബസ് തകർക്കുന്നൊരു സീനുണ്ട്. ആ ഒരു സീനിൽ ശിവക്ഷേത്രവും ആൽത്തറയും നന്നായി കാണാൻ കഴിയും. വൈകുന്നേരങ്ങളിലെല്ലാം ആലിൻ്റെ കാറ്റും കൊണ്ട് കഥകളും പറഞ്ഞ് സമയം ചെലവഴിക്കാൻ പറ്റിയൊരു സ്ഥലമാണത്. ഗായത്രി പുഴയ്ക്കരികിലായുള്ള തൃപ്പാളൂരിലെ ഈ അതിപുരാതനമായ ശിവക്ഷേത്രം കേരളത്തിലെ പ്രധാനപ്പെട്ട 108 ശിവക്ഷേത്രങ്ങളിലൊന്നാണ്. പരമശിവനെ കൂടാതെ മഹാവിഷ്ണുവിൻ്റെയും നരസിംഹമൂർത്തിയുടെയും പ്രതിഷ്ഠ ക്ഷേത്രത്തിനകത്ത് കാണാൻ കഴിയും. ശിവക്ഷേത്രത്തിനോട് ചേർന്ന് കുറച്ച് പഴയ ഓടിട്ട കെട്ടിടങ്ങളുണ്ട്. വളരെ വർഷം പഴക്കമുള്ള മലബാർ ദേവസ്വത്തിൻ്റെ കീഴിലുള്ള തൃപ്പാളൂർ ശിവക്ഷേത്രത്തിലെ കലവറയും വിശ്രമമുറികളും പഴയ ഊട്ടുപുരയും പിന്നെ ക്ഷേത്രത്തിലെ വിശേഷ ദിവസങ്ങളിൽ ആവശ്യമുള്ള സാധനങ്ങൾ ശേഖരിച്ചു വെക്കാനും അന്നത്തെ കലാപരിപാടികൾക്ക് മേക്കപ്പ് മുറിയായും ഈ കെട്ടിടങ്ങൾക്കകത്തുള്ള മുറികൾ ഉപയോഗിച്ചു വരുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് അമ്പലത്തിൻ്റെ തിരുമേനി താമസിച്ചിരുന്നതും ഇവിടെ ആയിരുന്നു എന്നുകൂടി പറയുന്നുണ്ട്. ഭഗവാന്റെ തിടമ്പും ഇവിടുത്തെ മുറികളിലായിരുന്നു വെച്ചിരുന്നത് എന്നുകൂടി അറിയാൻ കഴിഞ്ഞു. ഒറ്റ നോട്ടത്തിൽ ഇതൊരു തറവാടായാണ് എനിക്ക് തോന്നിയത്. എന്നാൽ ഈ സ്ഥലത്തിനെയും ക്ഷേത്രത്തിനെയും കുറിച്ച് നന്നായി അറിവുള്ള ആളുകളാണ് ഈ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നത്. അവരുടെ പഴയകാല ഓർമ്മകളിൽ ഈ കെട്ടിടങ്ങൾ ഇതിനൊക്കെയായാണ് ഉപയോഗിച്ചിരുന്നത് എന്നാണ് പറഞ്ഞത്. ഒരുപാട് വർഷം പഴക്കമുണ്ടെങ്കിലും മുന്നിലെ വാതിലും അതിലുള്ള കൊത്തുപണികളെല്ലാം ഇപ്പോഴും കാണുമ്പോൾ കാര്യമായ കാലപ്പഴക്കമൊന്നും തോന്നുന്നില്ല. ഉപയോഗിച്ചിരിക്കുന്ന മരത്തടിയുടെ കരുത്തും ആ കാലഘട്ടത്തിലെ കൊത്തുപണികളുടെയും പണിക്കാരുടെയും ഗുണനിലവാരമാണ് ഇതിപ്പോഴും നശിക്കാതെ ഇങ്ങനെ നിലനിൽക്കുന്നതിൻ്റെ കാരണം. മുകളിലെ നിലയിലായി ഒരു കിളിവാതിലും കാണാൻ കഴിയുന്നുണ്ട്. പഴമയെ ഇഷ്ടപ്പെടുന്നവരും അന്നത്തെ കാലഘട്ടത്തിലെ ജീവിത രീതികളും ആ കാഴ്ചകളെല്ലാം ഇപ്പോഴും കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു സ്ഥലമാണത്. നേരിട്ട് വന്നാൽ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നിന്ന് കണ്ടും കേട്ടും മനസ്സിലാക്കാൻ കഴിയും. പഴയ കെട്ടിടങ്ങൾക്കിടയിലായി പുതുതായി കെട്ടിയ ഒരു കമ്മ്യൂണിറ്റി ഹാളുണ്ട്. പുതുതായി വന്ന കെട്ടിടങ്ങളിവിടെ കാണാൻ കഴിയുമെങ്കിലും ആ ഒരു പ്രൗഢി പഴയ കെട്ടിടങ്ങൾക്ക് തന്നെയാണ്. ക്ഷേത്രത്തിൻ്റെ കിഴക്കേ കവാടത്തിലേക്ക് പോകുന്ന വഴിയാണത്. കിഴക്കേ കവാടത്തിന് മുന്നിലായാണ് വലിയൊരു കുളമുള്ളത്. കുളത്തിൽ നിന്ന് മീൻ പിടിക്കരുതെന്ന് ഇവിടെ പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. വെള്ളം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. വേനൽക്കാലമായിട്ടും ഇത്രയും വെള്ളം ഇവിടെ ഉണ്ടെങ്കിൽ മഴക്കാലത്ത് ഇവിടെ എന്തായിരിക്കും സ്ഥിതി? ക്ഷേത്രത്തിൻ്റെ കിഴക്കേ കവാടത്തിന് മുന്നിലായി സ്ഥിതി ചെയ്യുന്ന വളരെ വലിയൊരു കുളമാണത്. പഴയ കാലങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള ഇതുപോലുള്ള കുളപ്പുരകളൊന്നും ഇപ്പം അധികം കാണാൻ കഴിയാറില്ല. രാവിലത്തെ ഒരു ഇളം വെയിലും ആ കാണുന്ന വീടിൻ്റെ അടുക്കളയിൽ നിന്നുള്ള പുകയും കുളത്തിൻ്റെ നിറവും എല്ലാം കൂടി ചേർന്ന് മനോഹരമായൊരു കാഴ്ച
ഇവിടെ അടുത്തടുത്തായി 2 കടവുകളുണ്ട്. തൊട്ടടുത്ത കടവിൽ ആരോ കുളിക്കുന്നുണ്ട്. ഈ ഒരു കടവിൽ ആരുമില്ല. എന്തായാലും കുളത്തിലേക്കൊന്നിറങ്ങി കാലൊക്കെ കഴുകി തിരിച്ചു കയറാം. കൈയും കാലെല്ലാം കഴുകി കുറച്ചു നേരം ഇവിടെ തന്നെ ഞാൻ അങ്ങിരുന്നു. പറഞ്ഞറിയിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു മനസമാധാനമാണ് ഇവിടെ ഇരിക്കുമ്പോൾ. ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് തേടിയാണ് ഇവിടെ എത്തിയത്. ഇവിടെ എത്തിയപ്പോഴോ ഇവിടെ കാണാൻ കഴിഞ്ഞ കാഴ്ചകൾ എത്രയോ വർഷം പുറകോട്ട് കൊണ്ടുപോയി. പഴയ കാലത്തെ കുറേ നല്ല ഓർമ്മകളാണ് മനസ്സിലേക്ക് വന്നത്. ഇനി ആ ഹാങ്ങിങ് ബ്രിഡ്ജിനടുത്തേക്ക് പോവാം. ഇവിടെ അധികം തിരക്കും ബഹളങ്ങളൊന്നുമില്ല. നാട്ടുകാർക്കല്ലാതെ തൃപ്പാളൂർ ഹാങ്ങിങ് ബ്രിഡ്ജിനെ കുറിച്ച് പുറത്തുള്ളവർക്കൊന്നും വലിയ അറിവില്ല. ഇന്നൊരു വീക്ക് ഡേ രാവിലത്തെ സമയമാണ്. ജോലിക്ക് പോകുന്നവരും സ്കൂളിലേക്ക് പോകുന്നവരും അമ്പലത്തിലേക്ക് പോകുന്നവരും മാത്രമാണ് ഇപ്പോൾ ഈ ഹാങ്ങിങ് ബ്രിഡ്ജ് ഉപയോഗിക്കുന്നത്. ബ്രിഡ്ജിൻ്റെ കൃത്യം നടുവിൽ നിന്ന് ഗായത്രി പുഴയുടെ ഭംഗി അതൊന്ന് ആസ്വദിക്കേണ്ടത് തന്നെയാണ്. എത്ര തവണ ആ പാലത്തിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുവെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഇതുപോലൊരു ഗ്രാമ പശ്ചാത്തലത്തിൽ ഇങ്ങനൊരു തൂക്കുപാലം ഇത് അധികം സ്ഥലങ്ങളിലൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. ഇനി ഒരുപാട് സമയം ഇവിടെ ചെലവഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ജോലിക്ക് സമയമായ കാരണം അവിടെ നിന്ന് തിരിച്ചു പോകേണ്ടി വന്നു. അതിനടുത്ത ദിവസം തന്നെ വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്ന ആ ഒരു സമയത്ത് വീണ്ടും ഞാൻ തൃപ്പാളൂരിലേക്ക് എത്തി. സൺസെറ്റ് ആവാറായി. ഇവിടെ അടുത്തായി ആളുകൾ കുളിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഇപ്പോൾ ആണെങ്കിൽ അവിടെ ആരുമില്ല. കഴിഞ്ഞ ദിവസം നിറയെ ആളുകൾ അവിടെ കുളിക്കുന്ന കാരണം അങ്ങോട്ട് പോകാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ഇവിടെ ആരുമില്ല. ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കാൻ പറ്റിയൊരു സ്ഥലം. കഴിഞ്ഞ ദിവസം കുറച്ച് വെയിലുള്ളപ്പോഴാണ് ഇവിടേക്ക് വന്നത്. ഇപ്പോൾ ആണെങ്കിലോ സൺസെറ്റിൻ്റെ സമയത്ത് ഈ സ്ഥലത്തിൻ്റെ ഭംഗി ഒന്നുകൂടി കൂടി. മഴക്കാലത്ത് ഇവിടെയെല്ലാം വെള്ളം വരും. വേനൽക്കാലമായ കാരണം വെള്ളം കുറവായ കാരണം മാത്രമാണ് ഇതുവഴിയെല്ലാം നടക്കാൻ കഴിയുന്നത്. മഴക്കാലത്ത് വെള്ളം നിറഞ്ഞു പോകുന്ന സമയത്ത് ഇവിടെ വന്നാൽ വേറൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് കിട്ടുക. വെള്ളത്തിനടുത്തെത്താൻ കുറച്ചുകൂടി നടക്കാനുണ്ട്. ആരെങ്കിലും കുളിക്കാൻ വന്നാൽ ഇവിടെ നിന്ന് മാറിക്കൊടുക്കേണ്ടി വരും. അതിനു മുമ്പ് പുഴയുടെ അടുത്ത് പോയി അവിടെയുള്ള കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കാം. അസ്തമയ സൂര്യൻ്റെ ഛായക്കൂട്ടുകൾ ആകാശത്ത് വിസ്മയം തീർക്കുന്ന ഒരു സുന്ദര നിമിഷം. ഇത് കാണാനായിട്ടാണ് സൺസെറ്റിൻ്റെ സമയത്ത് തന്നെ ഇവിടെ എത്തിയത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ചെടികൾക്കും മരങ്ങൾക്കും ഇടയിലൂടെ തൂക്കുപാലം നന്നായി കാണാൻ കഴിയുന്നുണ്ട്. പാലത്തിന് താഴെയായി ഗായത്രി പുഴയും. ഈ വീഡിയോയിൽ രാവിലത്തെ വിഷ്വൽസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വൈകുന്നേരം കണ്ട കാഴ്ചകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം ഏത് സമയം ഇവിടെ വരണമെന്ന്. തൊട്ടപ്പുറത്തെ കടവിൽ ഒരാൾ കുളിക്കുന്നുണ്ട്. ഇവിടെ വലിയ ഒഴുക്കില്ലേലും പുഴയിലെ വെള്ളം ഒഴുകുമുണ്ടാകുന്ന മനോഹരമായൊരു ശബ്ദമുണ്ട്. അത് കേട്ടിരുന്നാൽ മനസ്സിന് വല്ലാത്തൊരു കുളിർമയാണ്. ആ വെള്ളത്തിൽ ചുറ്റുമുള്ള മരങ്ങളുടെയും ആകാശത്തിൻ്റെയും നിറം പ്രതിഫലിച്ച് കാണാൻ കഴിയും. തിരക്കുകളിൽ നിന്നെല്ലാം മാറി പ്രകൃതിയുടെ മടിത്തട്ടിലിരിക്കുമ്പോൾ ലഭിക്കുന്നൊരു ശാന്തതയുണ്ട്. ആ ഒരു സമാധാനം അതൊരിക്കലും പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അനുഭവിച്ചു തന്നെ അറിയണം. മഴയിൽ നിറഞ്ഞൊഴുകുന്ന പുഴയുടെ ഭംഗി കണ്ട് ആസ്വദിക്കാനായി നല്ല മഴ തുടങ്ങിയാൽ ഒന്നുകൂടി ഇവിടെ വരണം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോ ആയി വീണ്ടും വരാം.